രണ്ടു ദിവസമായിട്ട് ഹൗസ് ഡ്രൈവർമാരായിട്ട് പണിയെടുക്കുന്നവർക്കൊക്കെ 8ന്റെ പണിയാവും ട്ടോ. കാരണം രണ്ടു ദിവസമായിട്ട് ജിദ്ദയിൽ നല്ല പൊടിക്കാറ്റാണ്. നമ്മളെ ഈ ഏരിയ കാണുന്നതിന്റെ ഡബിൾ ആവും കുറച്ച് അപ്പുറത്തൊക്കെ നോക്കി നമ്മളവിടെ എന്നാലും കുറവാണ്. ഡ്രൈവർമാരൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കേണ്ടി വരും. പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലപ്പെടുള്ളത്. ഞാൻ അപ്പുറത്ത് ബക്കാലെ പോയി സാധനം മേടിച്ചു വന്നപ്പോൾ പൂതി കെട്ടു. അതിനനുസരിച്ചുള്ളൊരു ചൂടും ഉണ്ട് അതിന്റെ ഒപ്പം. വണ്ടിയിലെ അന്തരീക്ഷത്തിന്റെ ഭാവമാറ്റം ഇലകം പറഞ്ഞ മാതിരി എന്തോ വരാനിരിക്കുന്നുണ്ട്. നമുക്കൊന്നും പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. അത് നോക്കി എന്നിട്ട് കാര്യമില്ല. നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ചിക്കൻ വാങ്ങി കൊടുക്കുന്നേക്കണ്. അടുത്ത് നെയ്ച്ചോറിന്റെ അരി കുറച്ച് ബാക്കിയിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത് നല്ല നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാം നമുക്ക്. ഫുഡ് കൈകളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ ഒന്ന് പുറത്ത് ഇറങ്ങി നോക്കിയതാ പൊടിക്കാറ്റിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഒരു മാറ്റില്ലെന്നുണ്ടപ്പോ നമ്മള് വേഗം ഔത്ത് തന്നെ പറഞ്ഞു. പിന്നെ എങ്ങനെ ഇരുന്നപ്പോ എനിക്കും അൻസിനൊരു പൂതി പുറത്ത് പോയി ചായ കുടിച്ചാലോ. പൊടിക്കാറ്റുള്ളതുകൊണ്ട് തന്നെ അൻസ് പറഞ്ഞ് എനിക്കൊരു തൊപ്പി വാങ്ങണം. നേരെ താഴെ അബോക്കറാക്കാന്റെ അടുത്ത് പോയി. അതായത് അൻസിന്റെ എളാപ്പയാണ്. അവിടുന്ന് തൊപ്പി വാങ്ങിയിട്ട് നേരെ ഇനി നടക്കാനുള്ള പരിപാടി. നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മറന്നത്, മാസ്ക് വാങ്ങാൻ. പൊടിക്കാറ്റുള്ള സമയത്ത് മാസ്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. ചായ കുടിക്കാൻ ചെന്നപ്പോൾ കടികളൊക്കെ കുറവാണ്. ഈ സമയത്തൊന്നും വല്ലാതെ ആരും പുറത്തിറങ്ങൂല. അതുകൊണ്ട് ഹോട്ടലിലൊക്കെ ആള് കുറയും. അൻസ് പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടി കെട്ടാൻ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഒപ്പിച്ചിരുന്നു. കെട്ടിയിട്ട് അതുകൊണ്ട് ശരിയാവണില്ല. അവസാനം മറ്റേ കൊള്ളപ്പുറത്തക്കാരൻ മാതിരി എന്തൊക്കെ കാട്ടി വെച്ച് തിരിച്ചിങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ റജൂൽ ബായും രാജൻ ബായും കൂടി അവിടെ ഇങ്ങോട്ട് നടന്നത്. ഓരോ റോഡ് പണി നടക്കുന്നിടത്ത് കൂടി നടന്നു വന്നുകൊണ്ട് പുറത്ത് എങ്ങനെ കിടക്കാന്ന് നോക്കി നടക്കണം. ഈ കാണുന്ന പേരെ കണ്ടില്ല ഞങ്ങള് എന്നും പുറത്തെ ആൾക്കാർക്ക് ചായ ഒക്കെ കൊടുക്കൂട്ടോ. വൈകുന്നേരം ഒരു 3 മണി 3:30 പോയാൽ അവിടെ ചായയും സാധനങ്ങളൊക്കെ കിട്ടും. വിഷുവിന്റെ സമയം ആയതുകൊണ്ടാ തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കണിക്കൊന്ന മരക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയ നെയ്ച്ചോറ് ഉച്ചക്കന്നെ തേഞ്ഞിട്ടുള്ളൂ. അത്രയൊക്കെ പിന്നെ നമ്മൾ കുബൂസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് അനസ് ഒന്ന് പറയുന്നത് നമുക്ക് ജുമൂമ് വരെ ഒന്ന് പോകണം. ജുമൂമ് എന്ന് പറഞ്ഞാൽ മക്കപ്പെട്ട ഒരു ഏരിയ കേട്ടോ. അജിന്റെ സമയം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചെക്കിംഗ് ഉണ്ടായിരുന്നു നമ്മളൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. എന്തോ ഭാഗത്തിന് കറക്റ്റ് ഇങ്ങോട്ട് കഴിച്ചില്ല. ഇവിടെ നമ്മൾ പണിക്കൊന്നും വന്നതല്ല. ഇവിടെ എന്തോ പൈസ എന്തോ കളക്ട് ചെയ്യേണ്ട അൻസിന്. നമ്മളെ സൈറ്റിലെ വാടക എന്തോ പിരിക്കാൻ വേണ്ടി വന്നതാണ് അൻസ്. ഓന്റെ ഡീലിംഗ് അവിടെ നടക്കുന്നതുകൊണ്ട് നമ്മളിവിടെ പോസ്റ്റാണ്. ചെറുതായിട്ട് ഇങ്ങനെ ദാഹിക്കണുണ്ട് നമുക്ക്. ഇവിടുത്തെ ഹംലിയാത്ത് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇത് കുടിക്കാത്ത മലയാളികൾ കുറവാകും. നാട്ടിൽ വരുന്ന സമയത്ത് ആരൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നു നമ്മളോട്. നോക്കട്ടെ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ നമുക്ക്. എല്ലാവരും അവിടെ ടേസ്റ്റ് ചെയ്യട്ടെ. തിരിച്ചു പോകുന്നപ്പോത്തിന് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിരിക്കണം. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിരിക്കണം. ദിവസമൊക്കെ എത്ര പെട്ടെന്നാ പോണത്. നേരം വെളുക്കുന്നു പിന്നെ രാത്രിയാവണം. ഒന്നലഞ്ഞ് പോയി കിടന്ന് ഉറങ്ങട്ടെ. വീഡിയോ കണ്ടു പോവാതെ ലൈക്ക് അടിക്കിട്ടാ.